തൊട്ട് പിന്നിൽ 16 ഇടങ്ങളിൽ LDFും ലീഡ് നിൽക്കുകയാണ്. അതേസമയം 2 അക്കം കടന്നിരിക്കുകയാണ് UDF ഇപ്പോൾ 10 ഇടങ്ങളിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. NDAയും LDFും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ഉറപ്പാണ് ഏറ്റവും പ്രവചനാതീതമായി മാറുകയും അവസാന ലാപ്പ് വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് ഇവിടെ നിർണായക ശക്തിയായി മാറുന്നത് UDF നിർണായക ശക്തിയായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏറെക്കുറെ നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് ഇവിടെ ഏത് ഭരണസമിതി വരണമെന്ന് തീരുമാനിക്കുന്നത് UDF ആയി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് വരുന്നു. സ്വാഭാവികമായും 2015-ലും 2010-ലും കണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രമുഖരൊക്കെ തന്നെ, അതായത് മത്സര രംഗത്തുള്ള എല്ലാ പ്രമുഖരും തന്നെ മുന്നിട്ട് നിൽക്കുന്നു. നേമത്ത് മാത്രമായിരുന്നു ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് നേമത്തും BJP തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ UDF പലയിടത്തും ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഈ 9:45 ഈ ഒരു സമയം നോക്കുമ്പോൾ UDF ഒരു 10 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ UDF നില മെച്ചപ്പെടുന്നു എന്നത് ഏറെക്കുറെ നമുക്ക് ആ ഒരു കണക്കിലേക്ക് വരുന്നു. കാരണം കഴിഞ്ഞ തവണ UDF 10 ആയിരുന്നു, 2020-ലെ 10 എന്ന രീതിയിലേക്ക് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നു. അതായത് ആ ഒരു ആക്ഷേപം ചീത്തപ്പേരിൽ നിന്നൊക്കെ മാറുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ കണക്ക് കൂട്ടലുകൾക്ക് ഈ ഒരു 10 മണിയോടെ ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഷൊർണൂർ നഗരസഭയിൽ NDAക്ക് മുന്നേറ്റം എന്നൊരു വാർത്തയാണ്. CPM-ന് ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ശശിക്കെതിരെ എടുത്ത നടപടികളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതേ ഷൊർണൂർ നഗരസഭയിൽ NDAക്ക് മുന്നേറ്റം, LDFനെ രണ്ടാമതാക്കിക്കൊണ്ട് NDA 1ാം സ്ഥാനത്തേക്ക് ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ലീഡ് ഉയർത്തിയിട്ടുണ്ട്. ഒരു കൃത്യമായ ലീഡിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളത് കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. പലയിടങ്ങളിലും വർഷങ്ങളായി CPM-ന്റെ കയ്യിലിരുന്ന പഞ്ചായത്ത് തലത്തിലായാണെങ്കിലും അല്ലാതെയുമുള്ള വാർഡുകൾ BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. 40 വർഷമായി CPM വിജയിക്കുന്ന കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി 3ാം ഡിവിഷൻ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത. അൺഫിലിറ്റ് തുടരാം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രമുഖരൊക്കെ തന്നെയും, അത് CPM ആയാലും BJP ആയാലും പ്രമുഖർ, അതായത് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്ന സാധ്യത ആ പട്ടികയിലുള്ള എല്ലാ പ്രമുഖരും ലീഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ SP ദീപക് പേട്ടയിൽ മുന്നേറുന്നു. ചാക്കയിൽ മുൻ മേയറായിരുന്ന K ശ്രീകുമാർ ചാക്കയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ വഞ്ചൂർ ബാബു, ശങ്കരൻകുട്ടി നായർ, അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. വഞ്ചൂർ ബാബു ഏരിയ സെക്രട്ടറിയാണ് വഞ്ചൂർ ബാബു. ഒപ്പം ഈ ഒരു പരിങ്ങലിലായിരിക്കുന്നത് ചാലയിലാണ്. ചാലയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സുന്ദർ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിലും UDFും LDFും ഒപ്പത്തിനൊപ്പമാണ്. UDF 3ഇടത്തും LDFും 3ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു. NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റ സീറ്റിന് മുന്നിലാണ്. തിരുവനന്തപുരത്തെ കണക്ക് പറയുകയാണെങ്കിൽ LDF 16ഉം UDF 10ഉം NDA 17ഉമാണ്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ LDF 3, UDF 9, NDA 2. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിൽ UDF തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 41 സീറ്റുകളുമായി UDF മുന്നിലാണ്, 31 സീറ്റുമായി LDF, ഒപ്പം തന്നെ 4 സീറ്റുമായി NDAയും ഉണ്ട്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 25 സീറ്റുമായി UDF വ്യക്തമായ ലീഡോട് കൂടി തന്നെ മുന്നിട്ട് നിൽക്കുന്നു. 13 സീറ്റാണ് LDFിനുള്ളത്, 6 സീറ്റുമായി NDA. കോഴിക്കോട് 17, ഒപ്പം തന്നെ UDF 12, 7 സീറ്റുമായി NDA. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 5 LDFന്, ഒപ്പം 13 സീറ്റ് UDFന്, 2 സീറ്റ് NDA. തൃശ്ശൂരിലെ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, UDF കോർപ്പറേഷനിൽ വ്യക്തമായ ലീഡുമായി മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ അരവിന്ദാക്ഷൻ തോറ്റ സാഹചര്യമുണ്ട്. BJPക്ക് വലിയ ആത്മവിശ്വാസവും ഒക്കെയുള്ള ജില്ലയാണ്. എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച ഇപ്പോൾ കൃത്യമായ ഒരു ലീഡ് UDFിന്റെ ഭാഗത്തുനിന്നുണ്ട്. LDF 11, UDF 22, NDA 6 എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ 24 സീറ്റിനാണ് UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയത്. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മേയറെ വെച്ചുകൊണ്ട് LDF മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ കൃത്യമായി തന്നെ UDF കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതുവരെയും നമുക്ക് മനസ്സിലാവുന്നത്. 22 വോട്ടുകൾക്ക് ലീഡ് നേടിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു കോർപ്പറേഷനിൽ UDF ചെയ്തത്. പക്ഷേ 6 വോട്ടുകൾ അല്ലെങ്കിൽ 6 സീറ്റ് തന്നെയാണ് ഇപ്പോൾ BJP നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ 6 സീറ്റായിരുന്നു. അത് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ഹരീഷിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരം നേമത്ത് BJP സ്ഥാനാർത്ഥി MR ഗോപൻ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിന്നിരുന്നതാണ്. UDF സ്ഥാനാർത്ഥിയുടെ ആ ഒരു മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ട് പിന്നീട് ലീഡ് നേടിയ ഗോപൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഉള്ളൂരിൽ LDF സ്ഥാനാർത്ഥി S ലിജു വിജയിച്ചിരിക്കുന്നു. അവിടെ വിമത ഭീഷണി ഉണ്ടായിരുന്നു, അതിനെയും അതിജീവിച്ചാണ്
സീറ്റിലാണ് LDF സ്ഥാനാർത്ഥിയുടെ വിജയം. ഇതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി കോർപ്പറേഷൻ UDF മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VK മിനിമോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്.